MyG presents News 18 Anti-Drugs Awareness Campaign AD 2025 second edition in collaboration with St. Joseph Autonomous College, Jevagiri, powered by Ponkadir Foods and Reliance Industries Limited, special partner G-Tech Computer Education, hospital partner Maitra Hospital, Kozhikode. അപ്പോൾ നമുക്കിനി നിങ്ങളോട് സംസാരിക്കാൻ അതിഥികൾ എത്തിയിട്ടുണ്ട്. അവരിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം വിളിക്കാം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുധി കോഴിക്കോട്. വെൽക്കം ചേട്ടാ. ഞങ്ങളുടെ ഈ AD 2025 സെക്കൻഡ് എഡിഷൻ ഇതിൽ ഭാഗമാകാൻ താങ്കളെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ആദ്യം അതിന് നന്ദി പറയുന്നു. അപ്പം എന്താണ് ദേവഗിരിയോട് പറയാനുള്ളത്? പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരുപാട് ആൾക്കാർ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവരും അതുപോലെ ഒരുപാട് പോലീസ് ഓഫീസറും ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാറിനെ എനിക്ക് പേഴ്സണലി അറിയാനാണ്. സാറ് ഉമേഷ് സാറൊക്കെ അതിന് നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അവർ പറഞ്ഞതിൽ അപ്പുറം നമുക്ക് എന്താ അധികം പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ, നിങ്ങൾ ചേട്ടനെ കണ്ടപ്പോൾ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിച്ചു. കാരണം കാതൽ ദ കോർ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനപ്പുറം തങ്കൻ ചേട്ടനായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എത്തിയ ചേട്ടനാണ്. ചേട്ടാ, ആ ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് കൂടി പറയണം. കാരണം സിനിമ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു സമയമാണ്. അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ലഹരി ഉപയോഗം, സിനിമയിലെ അടിപിടി, അതൊക്കെ ഇവർ മാതൃകയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നടന്ന രീതിയിൽ എനിക്കറിയില്ല, കാരണം അതിൻ്റെ തിരക്കഥാകൃത്തുക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണത്. എങ്കിൽ പോലും ഉണ്ടായേക്കാം. കാരണം സിനിമ സ്വാധീനം ചെലുത്തുന്ന മേഖലകളുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് അതിനെ അനുകരിക്കാനുള്ള ഇതുണ്ട്. കഴിഞ്ഞ ദിവസം CM-ൻ്റെ ഒരു അഭിപ്രായം ഞാൻ കേട്ടു. അതുണ്ടാവാം. എങ്കിൽ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നമുക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ് ഇത് ലഹരിക്ക് വേണ്ടി. അത് ഇഷ്ടം പോലെ അവൈലബിൾ ആകുമ്പം അത് എന്താ പറയുക, അതിനുള്ള വിളയിടങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമ്പം അങ്ങനെ പരീക്ഷ നോക്കാൻ അവർ മുതിർന്നുണ്ടെങ്കിൽ അതിനുള്ള അവരെ കുറ്റം പറഞ്ഞ കാര്യം, സിനിമയെ കുറ്റം പറഞ്ഞ വലിയ കാര്യമല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ സിനിമ ഒരു സൃഷ്ടിയാണ്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ സിനിമ കൊണ്ട് അതും പരീക്ഷ. ഇപ്പം ഞാൻ കാതൽ കണ്ടിട്ട് എത്ര പേര് ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കുറേ ഞാൻ അറിഞ്ഞു. കാതൽ കുറേ പേര് എഡ്യൂക്കേറ്റ് ചെയ്തു എന്നൊക്കെ. ഉദാഹരണം ഞാൻ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തൊരു മൂവിയാണ് കാതൽ എന്നുള്ളത്. അതേപോലെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ ഒരു നമുക്ക് സാഹചര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതിനുള്ള സാധ്യതകൾ കൂടുതലൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം അതില്ലാതാക്കുകയാണ് ആദ്യമായിട്ട്. സിനിമ ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ MDMA കുറിച്ചും ഇപ്പോഴാണ് റീസെൻ്റായിട്ടുള്ള കുറേ ഇൻസിഡൻസ് വരുമ്പോൾ അറിയണത്. ഇപ്പം എന്തായാലും പോലും വളരെ വ്യാപകമായിട്ട് അത് നമ്മുടെ ഒരു യൂസോട് നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് അത് ഇല്ലാതാക്കുന്നൊരു പ്രോസസ്സാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 കുട്ടികളെ എനിക്കറിയാം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു സുധി ചേട്ടാ. ഞങ്ങളുടെ ഈ ഒരു AD 2025 ഭാഗമായതിനും ഇവിടേക്ക് എത്തിയതിനും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം കൂടി അങ്ങ് സ്വീകരിക്കണം. ഇനി വേദിയിലേക്ക് വരുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ഇഷ്ടതാരമാണ്. നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ശ്രീ അപ്പുണ്ണി ശശി. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ, ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച, കരയിച്ച, ചിന്തിപ്പിച്ച ശ്രീ അപ്പുണ്ണി ശശി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടെ. ആദ്യം തന്നെ ഞങ്ങളുടെ ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായതിന് നന്ദി പറയുകയാണ്. എന്താണ് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്? ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പം വിളിക്കുന്ന ആളുടെ പേരോ എവിടെ വെച്ചാണോ ഒന്നും ചോദിച്ചില്ല. കാരണം ലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിനാണ് എന്ന് കേട്ടപ്പം ഒരു പ്രതികരണശേഷിയുള്ള ആരും പ്രതികരിക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓടി വന്നതാണ്. ശരിക്കും വിളിച്ച ആളെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇപ്പോഴും. എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് എലത്തൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഒരു മകനെ അമ്മ പോലീസിന് വിളിച്ചു കൊടുത്തത്. ആ വീട്ടിലാണ്, എലത്തൂർ എന്ന സ്ഥലത്താണ്. എത്രയോ രാത്രികൾ മകൻ
വാതിലും തള്ളി തുറന്ന് അച്ഛനെയും അമ്മയും കൊല്ലാൻ വരുമോ എന്ന് പേടിച്ച് വിറച്ച് കിടന്ന ഒരു വീട്. ഒരു തരത്തിലും ഇനി ഉറങ്ങാൻ പറ്റില്ല, മുന്നോട്ടിനി ജീവിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി മനസ്സിലായപ്പോഴാണ് അമ്മ പോലീസിനെ വിളിച്ച് എൻ്റെ മോനെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ഡ്രോപ്പ് കൊണ്ട് അതുവരെ ജീവിച്ച ജീവിതം ഡിലീറ്റായി പോകുന്ന, ആ വാക്ക് തന്നെയാണ് അതിന് കറക്റ്റ്, ഡിലീറ്റായി പോകുന്ന തരത്തിലേക്കൊരു മനുഷ്യനെ മാറ്റുന്ന രീതിയിലുള്ള ഡ്രഗ്സാണിപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പെങ്ങളെ, അമ്മയെ, അച്ഛനെ ഒന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക് ഒരു മനുഷ്യൻ മാറിപ്പോകുന്ന ഇത്രയും ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. യൂത്തിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞതാണ് അതിൻ്റെ മുതിർന്ന തലമുറ, അവർക്കൊന്നും ചെയ്യാനില്ല. ഇനി ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യൂത്താണ്. അതിങ്ങനെയായിപ്പോയാൽ എന്തു ചെയ്യും? അത്രയും ഭീകരമായൊരു പിടിയിലാണ് പെട്ടിരിക്കുന്നത്. അടിച്ചതിൻ്റെ മേലെ വീണ്ടും 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 അടിച്ചാൽ ചിലപ്പോൾ ഫലമുണ്ടാവുമെന്നുള്ള ഒറ്റ ന്യായം മാത്രമേ അതിന് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഉപദേശം കൊണ്ട് ഒരു കാര്യമില്ല. എന്തു ചെയ്യുമെന്ന് ഇതിൻ്റെ പ്രവർത്തകർ ആകുലപ്പെട്ട് നിൽക്കുകയാണ്. ഒരു അസുഖത്തിന് മരുന്നുണ്ട് ഇവിടെ, പക്ഷേ ഈ അസുഖത്തിന് മരുന്നില്ല. അവനാൻ തീരുമാനിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലെ വലിയ വിപ്ലവകാരിയായിരുന്നു മധുമാഷ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും വലിയ കുടിയൻ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരാളാണത്. എല്ലാ പരിപാടികളും അയാൾ അലങ്കോലാക്കും. ഒരു സ്ഥലത്തേക്ക് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും ആ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞിരിക്കും. അത്രയും ഭീകരമായ ഒരു മദ്യപനായിരുന്നു മധുമാഷ്. പക്ഷേ ഒരു ദിവസം അയാൾ ഡ്രോപ്പ് ചെയ്യുകയാണ് അയാളുടെ മദ്യപാനം, ഒറ്റ സ്വിച്ച് ഇട്ടതുപോലെ. അങ്ങനെ നിർത്തിയാൽ പറ്റും, അങ്ങനെ കുറേ ആളുകളുണ്ട്. അങ്ങനെ നിർത്തണം. ഒരിക്കലും അത്തരം ഒരു വലയിൽപ്പെട്ടു പോകാതെ മാറി നടക്കാൻ വേണ്ടി മാത്രമേ എളിയ കലാകാരൻ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇപ്പോൾ അതിഥിയായി എത്തിയതിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനൊപ്പം പുഴു പോലെ ഒരുപാട് സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം. താങ്ക് യു. നമ്മൾ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. ശ്രീ ജയരാജ് കോഴിക്കോടിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സിനിമ കാണുന്നവർക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ജയരാജേട്ടനെ കണ്ടതാണ്. നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വാഗതം, ഒപ്പം നന്ദിയും. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ സ്മാർട്ടായിട്ടുണ്ട്. 70-ാം വയസ്സിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ആ ഒരു ചുറുചുറുക്ക് ഇപ്പോഴും ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ട്. എന്താണ് പറയാനുള്ളത് കുട്ടികളോട്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ ഇത്രയും തലി നരച്ച് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഈ ലഹരിക്കെതിരായുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. ഞാനിനി കൂടുതൽ പറയാനൊന്നുമില്ല. നമ്മൾക്ക് അത് ഒഴിവാക്കുക എന്നുള്ള, അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനമായ കാര്യം. നേരത്തെ ഇവിടെ ഒരു അതിഥി പറഞ്ഞ മാതിരി നിർബന്ധിക്കുകയാണെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് തീർത്ത് പറയാനുള്ള ധൈര്യമുണ്ടാവുക, ആ ധൈര്യവാനെയാണ് നമുക്ക് ആവശ്യം. അത് ഈ ദേവതി കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും ഒരു കൈയടി കൂടി നമുക്ക് കൊടുക്കാം. കാരണം പ്രണയ നായകനായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം നമുക്ക് മുന്നിലെത്തി 70-ാം വയസ്സിൽ. അതിൻ്റെ സന്തോഷം, ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഞങ്ങൾക്ക് ഒപ്പം എത്തിയതിനൊരു ഉപഹാരം.
അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു. കോഴിക്കോട് ഒരുപാട് കലാകാരന്മാരുണ്ട്. ശരിക്കും കലാകാരന്മാരുടെ നാടായ കോഴിക്കോട് നാടകത്തിൽ തുടങ്ങി ഇപ്പോൾ അഭിനയ ജീവിതം തുടരുകയാണ് ശ്രീ വിജയൻ കാരന്തൂർ. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. നിങ്ങളോട് സംസാരിക്കാൻ കൈയടിക്കാൻ നമുക്ക്. ആദ്യം തന്നെ വന്നതിനൊരു നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായി ഇവിടെ എത്തി, സ്റ്റേജിലെത്തി. എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? നന്ദി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോഴേ ഈ ആരും പറയാത്ത ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണോ ലഹരി? രണ്ട് ആരായാലും ഇരട്ടത്താപ്പാണ് സത്യത്തിൽ. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നമ്മൾ ആകെ ചർച്ച ചെയ്യുന്നത് സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ വളരെ സുലഭമായി കിട്ടുന്ന മദ്യത്തെക്കുറിച്ച് ഒരു അക്ഷരം നമ്മൾ പറയുന്നില്ല. കാരണം അത് നമ്മളെ റവന്യൂ മാറുകയാണ്. ഇപ്പോഴിതാ നിങ്ങളുടെ നാട്ടിലേക്ക് വണ്ടിയിൽ മദ്യം എത്തുകയാണ്, സഞ്ചരിക്കുന്ന ബാറുകൾ. എന്തൊരു മനോഹരമായ സങ്കല്പം. മദ്യപന്മാരൊക്കെ ചിരിച്ച് ആഹ്ലാദിച്ച് മരിപ്പിൻ. സത്യമല്ലേ ഇത്? നമ്മൾ ആദ്യം തുടങ്ങുന്നത് മദ്യത്തിൽ നിന്നാണ്, അതിനുശേഷമാണ് ഓരോ കാലത്തും ഓരോന്ന് മാറി മാറി വരും. ഇനിയിപ്പോൾ അടുത്തതിൽ ഈ MDMA ഒന്നും അല്ലാതാവും. അതിലും വലിയ സാധനം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യും. എന്തൊരു കഷ്ടമാണ്. ഇവിടെ MDMA കുട്ടികൾ അച്ഛനെയും അമ്മേനെയും കൊല്ലുന്നതിന് മുൻപ് അച്ഛനെയും അമ്മേനെയൊക്കെ ചവിട്ടി കൊന്ന ഒരുപാട് മദ്യപന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു രണ്ട് തരം സമീപനം ലഹരിയോടുള്ള? ഏത് ലഹരിയും വർജിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ മദ്യവർജനമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അധികാരത്തിലേറുമ്പോൾ എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റുകളും ബാറുകളും തുടങ്ങുന്ന ഒരു പ്രവണത. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വരുമാനം ലോട്ടറിയും ചൂതാട്ടവും മദ്യപാനവുമാണ് എന്ന രീതിയിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുക? ഇനിയിപ്പോൾ ഈ MDMA ഒക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ മദ്യത്തിലേക്ക് പോയില്ലേ? അപ്പം ശരിക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന് ക്രെഡിബിലിറ്റി വേണമെങ്കിൽ നമ്മൾ എല്ലാ ലഹരിക്കുമെതിരെ പ്രവർത്തിക്കണം, എല്ലാ ലഹരിക്കുമെതിരെ പടപൊരുതണം. ഓക്കെ, എന്തായാലും ഈ ഒരു ക്യാമ്പയിനിൽ വരാൻ കഴിഞ്ഞത് നല്ല കാര്യം. എന്ന് വെച്ച് നിങ്ങൾ MDMAക്കെതിരെ മുഖം തിരിയേണ്ടെന്നല്ല കേട്ടോ. നിങ്ങൾ ഏത് ഡ്രഗിനെതിരെയും ഏത് ലഹരിക്കെതിരെയും ഊർജ്ജസ്വലരായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ ഈ നാടിനെ ലഹരി മുക്തമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാണോ? എൻ്റെ പ്രിയ സുഹൃത്ത് രമേഷ് കാവിൽ എഴുതിയ 2 വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്. ഞാനൊരു പാട്ടുകാരനല്ല. അനിൽദാസേട്ടനൊക്കെ ഗസലൊക്കെ ഇട്ടു, നമ്മളുടെ നന്ദു ഒക്കെ ഗംഭീരമായിട്ടുള്ള റാപ്പ് മ്യൂസിക്കൊക്കെ ഇവിടെ നടത്തി. ഞാനൊരു 2 വരി. അരുതരുതു മക്കളെ, അരുതരുതു മക്കളെ, നിങ്ങളീ വഴിയിലൂടെ അറിയാതെ പോലും വരല്ലേ. ശുഭശുഭ്ര ജീവിതം നിങ്ങളീ വേദിയിൽ വെറുതെ ഹോമിച്ചു തീർക്കല്ലേ. നാടുണർത്തിപ്പാടു ഞങ്ങൾക്കു വേണ്ടി നീ നരകങ്ങൾ തീർക്കുന്ന ലഹരി, തീരാ ദുരിതങ്ങൾ തീർക്കുന്ന ലഹരി. നാടുണർത്തിപ്പാടു ഞങ്ങൾക്കു വേണ്ട ഈ ദുരിതങ്ങൾ തീർക്കുന്ന ലഹരി, തീരാ ദുരിതങ്ങൾ തീർക്കുന്ന ലഹരി. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലഹരി വിമുക്തമായ ഒരു പുതുതലമുറ ഉദയം ചെയ്യട്ടെ. ഭൂമിയിൽ നിന്ന് ലഹരി എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന ന്യൂസ് 18 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒരു ഉപഹാരം. അപ്പോൾ ഒരുപാട് പുരുഷ താരങ്ങളെ നമ്മൾ കണ്ടല്ലേ, സ്ത്രീകളെ കണ്ടില്ലല്ലോ. നമുക്ക് വിളിക്കാം. പവി കെയർടേക്കർ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ആ ചിത്രത്തിലൂടെ നമ്മളിലേക്ക് എത്തിയ ജൂഹി ജയകുമാർ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ജൂഹിക്ക് ഒരു കയ്യടി കൊടുക്കാം, വേദിയിലേക്ക് ക്ഷണിക്കാം. ജൂഹി പ്ലീസ്. താങ്ക് യു ജൂഹി. വന്നതിന് എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം.
പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഡ്രഗ്സൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് കേൾക്കുന്നത്. അത്രത്തോളം ഡ്രഗ്സിൻ്റെ യൂസേജ് ഇപ്പം കൂടി. സോ എനിക്ക് പറയാനുള്ളൊരു ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റും ഒത്തിരി ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയുള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുക. പിന്നെ നിങ്ങളും ഇതിൽ നിന്ന് റിക്കവർ ആവുക. ഒരു ചെറിയ നേരത്തെ എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. നമ്മളെ മാത്രമല്ല, നമ്മുടെ പാരൻസ്, ഫാമിലി എല്ലാവരും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സേ നോ ടു ഡ്രഗ്സ്, ലിവ് യുവർ ലൈഫ് ഹാപ്പിലി. താങ്ക് യു. താങ്ക് യു ജൂഹി. എന്തായാലും ഞങ്ങളിങ്ങനെ വിളിച്ച ഉടനെ തന്നെ വന്നതിനും സംസാരിച്ചതിനും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഒരുമിച്ച്. ഞങ്ങളുടെ ഒരു ചെറിയ ഗെയിം. കോഴിക്കോടിൻ്റെ പുതിയ തലമുറയുടെ അഭിനേത്രി പ്രിയ ശ്രീജിത്ത് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയയെ വേദിയിലേക്ക്. കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത ബിരുദധാരിയാണ്, എങ്കിലും തൻ്റെ ജീവിത വഴി അഭിനയമാണ് എന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രിയ. എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഏറെ സന്തോഷത്തോടെ. ഒരുപാട് സിനിമകൾ നമ്മൾ ഈ മുഖം കണ്ടിട്ടുള്ളതാണല്ലേ, അപ്പോൾ എന്താണ് പറയാനുള്ളത് കുട്ടികളോട്? പ്രിയ എന്ന് പറയുന്നതിനേക്കാളും എല്ലാവർക്കും സച്ചിൻ്റെ അമ്മ പ്രേമലൂലെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അറിയാൻ പറ്റും തോന്നുന്നു. ബീന ടീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്രേമലൂല് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഞാൻ ഫാദറോട് പറയായിരുന്നു, ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കുറേ പേര് തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, ഇപ്പം നിങ്ങൾ കണ്ടവരൊക്കെ. അപ്പം ഇങ്ങനൊരു വേദി കാണുമ്പോൾ ശരിക്കും നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. നമുക്കൊക്കെ ഒരു ഏജിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം സ്കൂൾ മാനേജ്മെൻറ്റിന്, കോളേജ് മാനേജ്മെൻറ്റിന് വലിയ താങ്ക്സ് ഇങ്ങനത്തെ ഒരു വേദി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയതിൽ. ന്യൂസ് 18 താങ്ക് യു ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ. പിന്നെ നേരത്തെ സുധിയേട്ടനോട് ചോദിച്ച ചോദ്യത്തിനുള്ളൊരു ചെറിയ ഉത്തരം ഞാൻ പറയാം. നമ്മൾ ശരിക്കും ഞങ്ങളുടെയൊക്കെ കുഞ്ഞു കാലത്തിലാണ് കിരീടമൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സേതുമാധവനെ പോലെ ആരെയും കുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അതുപോലെ പഞ്ചാഗ്നിയിൽ ഗീത ചെയ്ത പോലെ ഒരു ക്യാരക്ടർ പോലെ നമ്മൾ ആരെയും പോയി ഇതുപോലെ വെട്ടിക്കൊന്നിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ തലമുറയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ വിവേചനം എന്ന് പറയുന്ന സാധനം, ഒരു കാര്യത്തിനെ എങ്ങനെയാണ് ഉൾക്കൊണ്ടുള്ളത് എന്നുള്ളൊരു സംശയം കുട്ടികൾക്കുണ്ടെന്ന് ഭയങ്കര തോന്നി. എല്ലാ കാര്യത്തിനെയും നമ്മൾ ഇവരെ ഡീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണല്ലോ. നമ്മൾ പാരന്റിങ് തന്നെ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം നമ്മൾക്ക് ഭയമാണ്. നമ്മളെ നമുക്കൊന്നും ഇവരെന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നതല്ലാതെ. ഇപ്പം എനിക്കുണ്ട് 2 പെൺകുട്ടികൾ. അവർക്ക് ഇപ്പോഴേ അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ ചോയ്സ് ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് PG പഠിക്കുമ്പോൾ വരെ അമ്മ മുടി കെട്ടി തന്നിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ 5ാം ക്ലാസ്സിലെ മോള് പറയും, അയ്യേ ഇതിങ്ങനെയല്ല അമ്മ കെട്ടുന്നത്, ഇത് പഴയ ഫാഷനാണെന്ന് പറയും. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി, നിങ്ങളെല്ലാം കൊണ്ടും ബ്രില്യൻ്റാണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സ്രോതസ്സുകളും അറിവ് സമ്പാദിക്കാൻ ഞങ്ങളെക്കാളും ഞങ്ങളുടെ തലമുറയിനേക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ട് നല്ല അറിവുകൾ മാത്രം ശേഖരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. പിന്നെ വിജയേട്ടൻ പറഞ്ഞ പോലെ ലിക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം ലഹരി എന്ന് പറയുമ്പോൾ ഇപ്പം മിക്കവാറും പറയുന്നത് മയക്കുമരുന്ന്, MDMA, സ്റ്റാമ്പ്, അങ്ങനെ കുറേ പേരുകൾ പറയുന്നല്ലാതെ ശരിക്കും നമുക്ക് എന്തോരം മദ്യമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങളുടെ കാലത്തൊക്കെ കുടിയന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അന്നും ഇതുപോലെ വീട്ടിൽ അമ്മേനെയും തല്ലലും ഭാര്യേനെ തല്ലലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിരോധിക്കുകയാണെങ്കിൽ എല്ലാ ലഹരിയും ഒരുമിച്ച് നിരോധിക്കണം. ഇപ്പം ഇത് നമുക്ക് ഇന്ന് റവന്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാരും കുറച്ചൊക്കെ അതെ മുൻകൈ എടുത്ത് എല്ലാ ലഹരിയും ഒരേപോലെ നിർത്തലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികൾ നല്ല മക്കളായിട്ട് ഇപ്പോൾ പഠിക്കാനുള്ളത് പഠിച്ച് നല്ല നല്ല ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പോരാത്തതിന് ഈ ലഹരിയെ അവനവൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടു നിർത്താൻ പറ്റട്ടെ. ഒരിക്കൽ പെട്ടുപോയതാണ്. റിക്കവറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേര് ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു പ്രിയ. താങ്ക് യു. ഇനി നമ്മൾ ഈ വേദിയിലേക്ക് വരുന്ന ഒരു മിമിക്രി കലാകാരനാണ്. അതിന് മുൻപ് അതുലിനെ ഇവിടേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സഹായിച്ചത് ഒരു ദേവഗിരിയനാണ്. മലയാള വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ KC സരിതയാണ് ഈ ചടങ്ങിന്റെ ഏകോപനം നിർവഹിച്ചത്. സരിത ടീച്ചർക്ക് ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായി.
ടീച്ചറെ ന്യൂസ് 18ന്റെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സരിത ടീച്ചറെ പ്ലീസ് സ്റ്റേജിലേക്ക്. അപ്പൊ നമുക്കിനി മിമിക്രി ആയാലോ? നമുക്ക് നിരവധി ടെലിവിഷൻ ഷോകളിൽ വേദികളിൽ നിറഞ്ഞ കയ്യടി വാങ്ങിയിട്ടുള്ള താരമാണ് അതുൽ. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കലാപ്രകടനം കാഴ്ചവെക്കാൻ അതുൽ എത്തിയിട്ടുണ്ട്. അതുലിനെ വളരെ സ്നേഹത്തോടെ കയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അതുൽ പ്ലീസ്. ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒരു വാണിംഗ് മെസ്സേജ് ഒക്കെ കേൾക്കാറുണ്ട്. ഈ അടുത്തിടെ വരെ നമ്മൾ ഫിലിം ഒക്കെ കാണുന്നതിന് മുൻപ് തിയേറ്ററിലൊക്കെ ആ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഒരു ലഹരിക്കെതിരായിട്ടുള്ളൊരു പരസ്യം ഇല്ലേ, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ളൊരു വേർഷനുണ്ട്, നമുക്ക് വളരെ പരിചയമുള്ള മലയാളത്തിലുള്ളൊരു വേർഷനുണ്ട്. ഞാൻ അതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കൈയ്യടി തരുമോ? ഓക്കെ. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support any type of tobacco products such as BD, cigarette, candy, Zerda, etc., and all their promotions in any manner. താങ്ക് യു. നമ്മളുടെ ഈ ഒരു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ് സംസാരിക്കാൻ പോകുന്നത്. मेरे प्यारे देशवासियों, मेरा घर, मेरा परिवार सब कुछ देश के लिए छोड़ा है. एंड यला देवगिरी कॉलेज स्टूडेंट्स एंटी ड्रग कैंपेन 2025 प्रोग्राम ആശം സവള. താങ്ക് യു. ഇനി ഞാൻ എൻ്റെ ഐറ്റത്തിലേക്ക് വളരെ പെട്ടെന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ബീറ്റ് ബോക്സിംഗ് എന്നാണ്. സ്വന്തം ഖണ്ഡനാളങ്ങൾ കൊണ്ട് DJ ശബ്ദങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ജാസ് ഡ്രംസ് എന്നുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബീറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയിൽ കൈയടിക്കാം. വളരെ കുറച്ച് ബീറ്റുകൾ മാത്രം ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജാസ് ഡ്രംസിൻ്റെ ഒരു താളം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് വളരെ പരിചയമുള്ള 1-2 ശബ്ദങ്ങൾ ഞാൻ DJ മിക്സാക്കി മാറ്റാൻ പോവുകയാണ്. നമ്മളൊക്കെ വീട്ടിൽ പിടക്കോഴികളൊക്കെ ഉണ്ടാവും. ഈ പിടക്കോഴി ഇങ്ങനെ മുട്ടയിടാൻ വരുന്ന സമയത്ത് വല്ലാത്തൊരു ശല്യപ്പെടുന്ന ശബ്ദമായിരിക്കും. അപ്പോൾ ഈ പിടക്കോഴിക്ക് നമ്മൾ DJ മ്യൂസിക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. Let's make this DJ. താങ്ക് യു. നമ്മളൊരു DJ മിക്സ് ഒരു റൂമിനകത്ത് നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ഈ റൂമിനകത്ത് നിന്നാണ് കരുതുക. നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേ ശബ്ദം നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ സാധിക്കും. രണ്ടിലും 2 വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ആ 2 വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അകത്തുനിന്ന് കേൾക്കാം മ്യൂസിക്. ഈ ഒരു മ്യൂസിക് നമ്മൾ പുറത്തുനിന്ന് കേൾക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടുകൊണ്ട് വേണേ പുറത്തേക്ക് പോവാം.
നമ്മൾ മുൻപിലേക്ക് ഡി ജെ ചെയ്യാൻ എത്തുന്നത് നമ്മളുടെ ബഹുമാന്യമായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡി ജെ ഓർമ്മ വരുന്നത്. സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുന്നതാണ് നമ്മളെ ചിന്താഗതികൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ആ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട. അതുകൊണ്ട് വിരട്ടൽ 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 വേണ്ട, വിരട്ടൽ 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 വേണ്ട. അതുകൊണ്ട് കടക്ക് 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 പുറത്ത്, കടക്ക് 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 പുറത്ത്. താങ്ക് യു. അടുത്തതായിട്ട് അന്തരിച്ചുപോയ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറാണ്. UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് ലഹരിക്കെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളെല്ലാം തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ ഗവൺമെന്റിന്റെ നയം തന്നെ മദ്യവർജനമായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നെ പറഞ്ഞു മദ്യം മദ്യം സോള സരിത. താങ്ക് യു.